ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ എക്സ്പെൻസസും നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ ഒറിജിനൽ ക്യാഷ് ബുക്ക് കാണിക്കത്തില്ല. ചെറിയ എക്സ്പെൻസസ് ഒക്കെ എന്ത് ചെയ്യും, പെറ്റി ക്യാഷ് ബുക്കിലാണ് കാണിക്കുന്നത്. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ എക്സ്പെൻസ് എല്ലാം അതിനകത്ത് കാണിക്കും. അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെയാണ്. എമൗണ്ട് റിസീവ്ഡ് ഫസ്റ്റ് കോളം, എമൗണ്ട് റിസീവ്ഡ്, അതായത് നമ്മൾ മെയിൻ ക്യാഷ്യറായി നിന്ന് കിട്ടുന്ന എമൗണ്ട് റിസീവ്ഡ്, പിന്നെ ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, എമൗണ്ട് പെയ്ഡ്, പിന്നെ ഓരോ പേയ്മെൻറ്റിൻ്റെയും പേരുകൾ. അതായത് ഒരു പേയ്മെൻറ്റ് 2 പ്രാവശ്യത്തിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മളൊരു കോളം വരയ്ക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ റൂള്. അല്ലാത്ത കേസിൽ നമുക്ക് പോസ്റ്റേജ്, ടെലിഫോൺ ആൻഡ് ടെലിഗ്രാം, കൺവെയൻസ്, സ്റ്റേഷനറി, ഇത്രയും കോളംസ് എന്തായാലും കാണും. പിന്നെ ലാസ്റ്റ് ഐറ്റം വന്നിട്ട് മിസ്ലേനിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം. അപ്പോൾ ഇത്രയും നമ്മൾ വരയ്ക്കണം. ആദ്യം നമ്മൾ ക്യാഷ് റിസീവ്ഡ്, എമൗണ്ട് പെയ്ഡിനകത്ത് എന്തായാലും എല്ലാ എക്സ്പെൻസും എഴുതണം. റിസീവ് ചെയ്യുന്നത് നമ്മൾ ഈ സൈഡിലാണ് എഴുതുന്നത്. അപ്പോൾ എക്സ്പെൻസസ് എല്ലാം എഴുതി, റെസിപ്റ്റും എല്ലാം എഴുതി, എന്നിട്ട് കൺസേൺഡ് കോളംസിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുകയും കൂടെ വേണം. ഇപ്പോൾ കൊറിയർ സർവീസ് പോസ്റ്റേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു, അതുപോലെ പോസ്റ്റൽ സ്റ്റാമ്പ് അതും പോസ്റ്റേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ഇവിടെ ഒരു 225 എറേഴ്സേഴ്സ് ഷാർപ്നർ, അപ്പോൾ അതെല്ലാം സ്റ്റേഷനറി ഐറ്റംസ് ആണ്. അപ്പോൾ സ്റ്റേഷനറിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ എക്സ്പെൻസസ് എഴുതിയിട്ട് കൺസേൺഡ് ഐറ്റം ഏതാണോ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് എഴുതി കൊടുക്കുക. അങ്ങനെ കൺസേൺഡ് ഐറ്റത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മെസ്ലീനിയസിലോട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ 85 റിഫ്രഷ്മെൻറ്റ് നമുക്ക് വേറെ ഒന്നും എഴുതാനില്ല, വേറെ ഒരു ഹെഡും ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മിസ്ലേനിയസിലോട്ട് കൊടുത്തു. നമുക്ക് എപ്പോഴും പെറ്റി ക്യാഷ് ബുക്ക് വരയ്ക്കുമ്പോൾ ഈ ഒരു 4 ഹെഡ് എന്തായാലും വരയ്ക്കാം. പോസ്റ്റേജ്, ടെലിഫോൺ ആൻഡ് ടെലിഗ്രാം, കൺവെൻസ്, സ്റ്റേഷനറി, പിന്നെ ലാസ്റ്റ് ഐറ്റം മിസ്ലേനിയസ്. ഓക്കെ, അപ്പോൾ ബാക്കി ഏതെങ്കിലും ഐറ്റംസിൻ്റെ റൂൾ ഇത്രയേ ഉള്ളൂ. 2 കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു കോളം പ്രൊവൈഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഐറ്റംസ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് മൊത്തം എക്സ്പെൻസ് നമ്മൾ ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണോ കുറവ് വരുന്നത്, നമ്മുടെ ഈ എമൗണ്ട് റിസീവ്ഡ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് നോക്കണം. അപ്പോൾ എത്രയാണോ കുറവ് വരുന്നത് അതിനെയാണ് ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് എഴുതുന്നത്. പിന്നെ നമ്മുടെ ഈ പെറ്റി ക്യാഷ് ബുക്ക് ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റം എന്നാണ്. ഇംപ്രസ്ഡ് സിസ്റ്റം അതെന്ന് വെച്ചാൽ എത്ര ക്യാഷാണോ കുറവ് വരുന്നത് ആ ക്യാഷ് നമ്മുടെ മെയിൻ ക്യാഷ്യർ ഈ പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കും. അതിനെയാണ് നമ്മൾ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇയാൾ ഈ മാസം ചിലവാക്കിയപ്പോൾ 1487 ആണ് മൊത്തം ചിലവായിപ്പോയി, 513 രൂപയെ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ മെയിൻ ക്യാഷ്യർ എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ 1487 റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. എത്രയാണോ ചിലവായത് ആ പൈസ ഇട്ട് കൊടുക്കും, എന്നിട്ട് വീണ്ടും 2000 ആക്കി നിർത്തും ബാലൻസിനെ. അതിനാണ് നമ്മൾ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ വരെ എഴുതി നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് നമ്പർ കൂടെ ആഡ് ചെയ്യുമ്പോൾ, അതായത് എക്സ്പെൻസും ആ ബാലൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2000 കിട്ടും 2 സൈഡിലും. അത് എഴുതി ഡബിൾ ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം, ആ ബാലൻസ് എമൗണ്ട് നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്യണം നമ്മൾ നെക്സ്റ്റ് മന്ത് ഓപ്പണിംഗ് ഡേറ്റിൽ. അപ്പോൾ അതേ ഡേറ്റിൽ തന്നെ നമുക്ക് ക്യാഷ്യർ എന്ത് ചെയ്യും, നമ്മുടെ ഇന്ന് ചിലവായ എമൗണ്ട് നമുക്ക് തരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് രണ്ടും എഴുതാം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിങ് നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു. ഓക്കെ, ഇത് ഈ വിഡ്രോൺ ഫ്രം ബാങ്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, അത് തെറ്റിപ്പോരുത്, അത് നോക്കിക്കൊള്ളണം. പിന്നെ ഉള്ളത് നമുക്ക് പർച്ചേസ് ജേണലിൻ്റെ ഫോർമാറ്റ് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, നെയിം ഓഫ് സപ്ലയർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, അപ്പോൾ പർച്ചേസ് ജേണൽ ബുക്ക് എന്ന് നമ്മൾ ഹെഡിങ് കൊടുക്കണം, അത് മറന്നു പോകരുത്. പിന്നെ വരുന്നത് പർച്ചേസ് ബുക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് ആ പർച്ചേസ് ചെയ്ത പാർട്ടിയുടെ പേര് മാത്രം നമ്മൾ എഴുതിയാൽ മതി. നമ്മളെ നെയിം ഓഫ് സപ്ലയറിൻ്റെ അവിടെ എഴുതിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചോ എല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് ടോട്ടൽ എമൗണ്ടും എഴുതിയാൽ മതി. പിന്നെ ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, ഇത്രയും ഡീറ്റെയിൽസാണ് പർച്ചേസ് ബുക്കിനകത്ത് വേണ്ടുന്നത്. ഇനി പർച്ചേസ് ബുക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. പർച്ചേസ് റിട്ടേൺ ബുക്കിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്, ഡേറ്റ്, ഡെബിറ്റ് നോട്ട് നമ്പർ, നെയിം ഓഫ് സപ്ലയർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഡെബിറ്റ് നോട്ട് നമ്പറാണ് പർച്ചേസ് റിട്ടേൺ ബുക്കിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് എഴുതുക, ഡെബിറ്റ് നോട്ട് നമ്പർ എഴുതുക, സപ്ലയറുടെ പേര് എഴുതുക, മൊത്തം എത്ര ഐറ്റം തിരിച്ചു കൊടുത്താൽ അതിൻ്റെ ടോട്ടലാണ് നമ്മൾ എഴുതി പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ ടോട്ടൽ നമ്മൾ എഴുതി പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ സെയിൽസ് ജേണലിൻ്റെയും കൂടെ ഫോർമാറ്റ് പറയാം. സെയിൽസ് ജേണലിൻ്റെ ഫോർമാറ്റ് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, നെയിം ഓഫ് ദ കസ്റ്റമർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, നെയിം ഓഫ് ദ കസ്റ്റമർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമാറ്റ്. സെയിൽസ് ബുക്ക് എന്ന് ഹെഡിങ് കൊടുക്കണം. അതുപോലെ ഇവിടെ നമ്മൾ സെയിൽസ് ബുക്ക് എഴുതുമ്പോഴും നമ്മൾ മൊത്തം ട്രാൻസാക്ഷൻസും അഗ്രിഗേറ്റ് ചെയ്തിട്ട് ടോട്ടലാണ് എഴുതുക. ഡേറ്റ് ഇടുക, ഇൻവോയ്സ് നമ്പർ ഇടുക, എന്നിട്ട് ഓക്കെ രാമൻ ട്രേഡേഴ്സിൽ നിന്ന് മൊത്തം എന്തൊക്കെ വാങ്ങിച്ചു. ഇവിടെ 2 വാട്ടർ പ്യൂരിഫയർ, 2 100 ഈച്ച് ആൻഡ് 5 ബക്കറ്റ്സ് 130. ഇത് 2 100 ഇൻറ്റു
100 into 2 water purifiers plus 5 buckets into 130 rupees. മൊത്തം ടോട്ടലാണ് ഈ റാമൻ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് 4850 എഴുതിയിരിക്കുന്നത്. മനസ്സിലായി? നമ്മൾ ടോട്ടൽ എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത് ഈ സെയിൽസിൻ്റെ ആയാലും പർച്ചേസിൻ്റെതായാലും. ഓക്കെ, ഇനി നമുക്ക് സെയിൽസ് റിട്ടേൺ ബുക്കാണുള്ളത്. അപ്പോൾ സെയിൽസ് ബുക്ക് നമ്മൾ പറഞ്ഞു ഈ ഫോർമാറ്റാണ് ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ അവസാനം മന്ത് എൻഡ് ഡേറ്റ് ഇട്ടിട്ട് ടോട്ടലും കൂടെ എഴുതണം. അത് പർച്ചേസ് ബുക്കിനായാലും പർച്ചേസ് റിട്ടേൺ ബുക്കിനായാലും സെയിൽസ് ബുക്കിനായാലും സെയിൽസ് റിട്ടേൺ ബുക്കിനായാലും നമ്മൾ ഏറ്റവും ലാസ്റ്റ് ടോട്ടൽ എഴുതണം. അത് ക്ലോസിങ് ഏറ്റവും മാസത്തിൻ്റെ ലാസ്റ്റ് മന്ത് ഡേറ്റ് ഇട്ടിട്ടായിരിക്കും അത് എഴുതേണ്ടത്. ഓക്കെ, ഇനി വന്നിട്ട് സെയിൽസ് റിട്ടേൺസ് ബുക്കിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് ഡേറ്റ് കോളം, ഡേറ്റ്, ക്രെഡിറ്റ് നോട്ട് നമ്പർ, സെയിൽസ് റിട്ടേൺ ബുക്ക്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. അപ്പോൾ ഇതാണ് ഫോർമാറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാർട്ടിയുടെ പേര് നമ്മൾ എഴുതി അവരുടെ കയ്യിൽ നിന്ന് മൊത്തം എത്ര നമുക്ക് റിട്ടേൺ കിട്ടി എന്നുള്ളത് വേണം നമ്മൾ എഴുതി വെക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ എഴുതുമ്പോൾ മൊത്തം ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് നമുക്ക് എത്ര സെയിൽസ് റിട്ടേൺ വന്നു. ഇപ്പോൾ രോഹിത്തിൻ്റെ എല്ലാ സെയിൽസ് റിട്ടേണും കൂടെ ഒരുമിച്ചായിരിക്കും നമ്മൾ എഴുതുന്നത്. മൊത്തം എത്ര റിട്ടേൺസ് ഉണ്ട് അതിൻ്റെ എല്ലാം ടോട്ടൽ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ടോട്ടൽ എഴുതുകയും വേണം. അതുപോലെ ഡേറ്റ് ഇടാൻ മറക്കരുത്. ക്രെഡിറ്റ് നോട്ട് നമ്പറാണ് സെയിൽസ് റിട്ടേൺ ബുക്കിൽ വരുന്നത്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. പിന്നെ ഈ ക്രെഡിറ്റ് നോട്ട് നമ്പറാണ് സെയിൽസ് റിട്ടേൺസ് ബുക്കിന് വരുന്നതെന്ന് മാത്രം മറക്കരുത്, ഫോർമാറ്റും തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ ഡേറ്റ്, ക്രെഡിറ്റ് നോട്ട് നമ്പർ, നെയിം ഓഫ് കസ്റ്റമർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഇതാണ് സെയിൽസ് റിട്ടേൺ ബുക്കിൻ്റെ ഫോർമാറ്റ്. എന്നിട്ട് മൊത്തം സെയിൽസ് റിട്ടേണിൻ്റെ അഗ്രിഗേറ്റ് ആയിരിക്കും നമ്മൾ എഴുതുന്നത്. എന്തൊക്കെ സാധനങ്ങൾ റിട്ടേൺ ചെയ്തോ അതിൻ്റെ കോസ്റ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഐറ്റംസ് അത് ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആയിരിക്കും നമ്മൾ ഈ എമൗണ്ട് കോളത്തിൽ കാണിക്കുക. എന്നിട്ട് അത് എഴുതി തീരുമ്പോൾ ഏറ്റവും അവസാനം മൊത്തത്തിൽ എത്ര റിട്ടേൺ ഉണ്ടെന്നുള്ള ടോട്ടൽ, മന്ത് എൻഡിലുള്ള ടോട്ടലും കൂടെ എഴുതണം. അത് നമ്മൾ മന്ത് എൻഡ് ഡേറ്റിൽ തന്നെ ആയിരിക്കും അത് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പർച്ചേസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്. അപ്പോൾ ഇതും നോക്കിയിട്ട് വേണം പോകാൻ.